നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക ഉമയനെല്ലൂർ എന്നാണ്. പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ധനലക്ഷ്മി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ വന്നേക്കുക. അച്ഛനും അമ്മയും കൂടി നടത്തുന്ന ഒരു ചെറിയ കടയാണ്. ഒരുപാട് സാധനങ്ങളും ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് ഊണ്, രാവിലെ കാപ്പിയൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ പൊറോട്ട ഇറച്ചിയൊക്കെ രാവിലെ തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നമ്മൾ ചില സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ പറയാറില്ലേ, മുന്നേ പോയി കഴിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരേണ്ടി വന്നു കൊല്ലത്തൊരാവശ്യത്തിന്. അപ്പോൾ ഇവിടെ വന്ന് ഊണൊക്കെ കഴിച്ചേച്ചും പോയി. ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. ഇവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നുമില്ല, ഇവരെന്നെ കണ്ടിട്ടുമില്ല, ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. പക്ഷെ അന്നത്തെ ഒരു ഇടപെടൽ എന്ന് വെച്ചാൽ എന്നെ എന്തോ വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ള മാതിരിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള രണ്ടാളുകളാണ്. അതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നിടത്ത് അങ്ങനെ ഇടപെടുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ അകത്തേക്ക് പോയിട്ട് കാണാം. ബാ. 4:30 ആകുമ്പോൾ എഴുന്നേക്കും. 4:30 ആകുമ്പോൾ ചായക്ക് തീ എത്തിക്കും. 5 മണിയാകുമ്പോൾ ആള് ദോശയും പത്തിരി. രാവിലെ ആവും. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടുവന്ന് 7:30 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം 7 വരെ ഊണ്. ഒരു പൊരിച്ച മീനും കൂടെ ആകുമ്പോൾ പൊരിച്ചതും വലുതാന്നേ, അന്നേരം 100. ഇന്നില്ല, ചോറിൻ്റെ കൂടെ വാങ്ങിക്കും. ഇന്നിപ്പം പൊതുവെ മോശമല്ലേ, ആളില്ലല്ലോ. മഴ. ഇത് ഞങ്ങൾ 18 കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞു. തുറക്കും. ഞായറാഴ്ച തുറന്നിട്ടേ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും. അന്ന് ഊണില്ല, കാപ്പിയുണ്ട്, കാപ്പിയെല്ലാം ഉണ്ട്. അതൊക്കെ ഇടും. ഇനിയിപ്പം ഈ മഴയുടെ ഇതൊക്കെ മാറട്ടെ, ഇടും. അത് ഈ പൊരിപ്പേ നമ്മളെ വൈറ്റവും കലപ്പൊരിപ്പ് വരും, ഇവിടെ വരും, അത് കൊടുക്കും. 7-ാം മാസത്തില് അതിനിവിടെ വരും. 7-ാം മാസം ഞാനാ ചെയ്യുന്ന ഫാസ്റ്റ്. അമ്മയ്ക്ക് അതൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. അതൊക്കെ ഞാനാ ചെയ്യുന്നു. മാങ്ങ ഇവിടെ ഇടണതല്ലേ. ഭയങ്കര മഴയാണ്. തിരുവനന്തപുരത്ത് ഭയങ്കര മഴയാണ്. കൊല്ലത്ത് വന്നപ്പോൾ കൊല്ലത്തും ഭയങ്കര മഴയാണ്. അതെ, എല്ലാ നാട്ടിലേക്കും മഴയാണ്. നമ്മൾ മഴക്കെടുതികളുടെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേടിയാണ് ശരിക്കും. ഓരോ മഴ വരുമ്പോഴും എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കണമെന്ന് അറിയില്ല. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഓർമ്മകളുണ്ട്, 2018-ലെയും 2019-ലെയൊക്കെ ഓർമ്മകളുണ്ട്. അപ്പോൾ അത് തന്നെ മഴ ഇങ്ങനെ വല്ലാതെ നിന്ന് പെയ്യുമ്പോൾ ഒരു സമയത്ത് പണ്ടൊക്കെ ഒരു കാലത്ത് മഴ എന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമുണ്ട്. പക്ഷെ ഇപ്പം മഴ എന്ന് കാണുമ്പോഴേ ഉള്ളിലൊരു പേടിയാണ്. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, സേഫായിട്ടിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വരും, ക്യാമ്പുകളിലോട്ട് മാറാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പാലിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ശ്രദ്ധ ഉണ്ടാവുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ. എന്താ ഇവിടെ തോരനുണ്ട്, അവിയലുണ്ട്, കപ്പയുണ്ട്, പച്ചടിയുണ്ട്, മീൻ കൂട്ടാനുണ്ട്. അതെന്തോട്ടമ്മ എന്തോ ഒരു സാധനം സ്പെഷ്യലായിട്ട് എനിക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കറികളൊക്കെ ഉണ്ട്. മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മീൻ വറുത്തതും കൂടി ചേർത്തിട്ടുള്ള ഊണിനാണ് 100 രൂപ. നമുക്കിനി മീൻകറി വെച്ച് കഴിച്ചു നോക്കാം. അന്ന് വന്ന സമയത്തേ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ മഴയായിട്ട് കറണ്ട് ഇല്ലാത്തൊരു ദിവസം. ഇന്ന് വരുമ്പോഴും കറണ്ട് ഇല്ലായിരുന്നു, പിന്നെയാണ് കറണ്ട് വന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാതെ ഇങ്ങനെ ഇരുട്ടിലാണ് ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് വരുന്നത്. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞു മീൻ കൂട്ടാൻ വയ്ക്കാനൊന്നും പറ്റിയില്ല, തേങ്ങ അരയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഉടായ്പ മീൻകറിയൊക്കെ വെച്ച് തന്നിട്ട് ഭയങ്കര വിഷമം പറഞ്ഞു. പക്ഷേ മീൻകറി ഒന്നും ശരിയായില്ല എന്നൊക്കെ. അപ്പം ഇന്നിപ്പോൾ നല്ല തേങ്ങ അരച്ച മീൻകറിയൊക്കെയാണ് കേട്ടോ. കൂട്ടി നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്, നല്ല മീൻകറിയാണ്. ഞാൻ പിന്നെ ഒരു മീൻകറി ഫാൻ ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഈ കട അന്വേഷിച്ച് വരണതേ. നമുക്ക് അജിൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സുഹൃത്ത് അയച്ചു തരുന്നത്. അപ്പോൾ അജിൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവിടെ അടുത്താണ് NS ഹോസ്പിറ്റൽ അല്ലേ? NS ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത്. അപ്പോൾ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്നവർ ഈ കട അറിയണവർ 10-18 വർഷമായല്ലോ. അപ്പോൾ ഇവിടെ വന്ന് സ്ഥിരമായി കഴിക്കുന്ന ആളാണ് അജിനും. അപ്പം അങ്ങനെ വരുന്ന കുറേ ആളുകളുണ്ട് ഇവിടേക്ക്, സ്ഥിരമായി വരുന്നവർ. അപ്പം അങ്ങനെ അജിന് എനിക്ക് തോന്നുന്നു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം ഒക്കെ അടുപ്പിച്ചാവും തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതുവരെ ഇവിടേക്ക് വരാനോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അജിന് ഇവിടെ നിന്ന് പോയി. അജിനിപ്പോൾ പുറത്താണുള്ളത്. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മൾ നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കഴിച്ചു വെച്ചാൽ ഞാൻ അതുപോലെ മെസ്സേജ് അയച്ചു, ഞാൻ പോയി, നല്ല ഭക്ഷണമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു.
അപ്പം അങ്ങനെയാണ് ഈ കട പറഞ്ഞത്. എനിക്ക് ലൊക്കേഷൻ ഉൾപ്പെടെ, അതായത് എനിക്കിവിടെ അന്വേഷിച്ച് നടക്കേണ്ടിയൊന്നും വന്നില്ല, ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയാണ് എനിക്ക് അയച്ചു തരുന്നത്, ഇവിടുത്തെ കടയുടെ നമ്പർ എല്ലാം. അങ്ങനെയാണ് ഞാൻ വന്ന് കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടും പോയി. കഴിച്ചപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഊണിനേക്കാൾ ഇവരെ രണ്ടുപേരെ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ്റെ പേര് വിജയൻ എന്നാണ്, അമ്മയുടെ പേര് തുളസി എന്നും. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇവിടെ എല്ലാം, കുക്കായാലും കാഷ്യറായാലും. ഇവിടെ ഒരാൾ പൊതി കെട്ടുന്നു, ഒരാൾ അവിടെ നിന്ന് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു എല്ലാം. ഈ അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്ത് വയ്യായി കണ്ടെങ്കിലും ഇവരിയ്ക്കൂല, ഇവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒരാശുപത്രിയിലും പോലെ. ഇവിടുത്തെ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചറിയത്. ആളുകൾ കുറച്ച് പേരും എൻ്റെ അടിയിൽ കമൻറ്റ് ഇടും, അമ്മയ്ക്ക് എന്താ പറ്റിയത്, ചില പല്ലുവേദന വന്നിട്ട് നീര് വന്നിരിക്കുന്നതാണ്, എന്നാലും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ പണിയെടുക്കണേ കാണാം. കാരണം അവരങ്ങനെയാണ്, അവരങ്ങനെ ശീലിച്ചവരാണ്. നമ്മളൊക്കെയാണ് ചെറിയൊരു വയ്യായി വരുമ്പോഴേക്കും ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാം, നമുക്ക് ലീവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കും, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരൊന്നും, പഴയ തലമുറ ആരും അങ്ങനെയല്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ള അമ്മയായാലും എല്ലാ അമ്മമാരും അങ്ങനെയാന്ന് തോന്നുന്നു. എത്ര വയ്യായി വന്നാലും അവർ പനിച്ച് വിറച്ച് കിടന്നാലും മക്കൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥതയില്ലായ്മ മാതിരിയാണ്. അപ്പം നമ്മളും തിരിച്ച് അതുപോലെ നോക്കണം. എല്ലാവരും അമ്മമാർക്ക് വയ്യാണ്ടാവുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ് തിരിച്ച് നോക്കേണ്ടത്. അവരത്രയും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലേ. നല്ല ഭക്ഷണമാണ് കേട്ടോ. അമ്മ എനിക്ക് രഹസ്യമായി കൊണ്ടുതന്ന ആ സാധനം ഇതായിരുന്നു കേട്ടോ, മാമ്പഴം കൂട്ടാത്തിലിട്ടതാണ്. അപ്പോൾ നല്ല ഊണത് എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിച്ചിരിക്കുക. കാരണം നേരത്തെ ഉണ്ടത് 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്നു കഴിയുമ്പോഴേ 2-3 ബെഞ്ച് ഡെസ്കൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ, പോരാത്തതിന് തോരാത്ത മഴയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. അതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറി ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെയാണ്, കഴിച്ചു നോക്കൂ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിജ്ഞാനോദയം ഗ്രന്ഥശാലയുണ്ട്. അപ്പം എനിക്ക് ആ ലൊക്കേഷനാണ് ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കണം ധനലക്ഷ്മി ഹോട്ടൽ എന്നാണ്. അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗർഭിണികളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇവർ പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.